ലേണിംഗ് അഭിമിസാണ് മക്കളെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് ഡിസ്കോഴ്സസ് ആണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ. മിസ് പറഞ്ഞു തരാം. നമ്മൾ ഇന്ന് തോട്ട്സ് നമ്മളോട് എപ്പോഴും ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ക്യാരക്ടേഴ്സിന്റെ തോട്ട്സ് എഴുതാൻ പറയാറുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് തോട്ട്സ് എഴുതാൻ ചോദിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ന്യൂസ് റിപ്പോർട്ട്, ഓക്കെ, ഏതെങ്കിലും ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ മിക്കവാറും നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂസ് റിപ്പോർട്ട് ചോദിച്ചാൽ അത് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലക്കാർഡ്സും പോസ്റ്റേഴ്സും, എന്തിനെങ്കിലും പറ്റിയിട്ട് നമ്മളോട് പോസ്റ്റർ തയ്യാറാക്കാനും, അല്ലെങ്കിൽ നമ്മുടെ വെള്ളം അമൂല്യമാണ് അത് സംരക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിനെ പ്രിസർവ് ചെയ്യണം, കൺസർവ് ചെയ്യണം, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളോട് തീർച്ചയായിട്ടും എക്സാമിന് ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ ഇതേപോലെ പോസ്റ്റേഴ്സും പ്ലക്കാർഡ്സും ചോദിച്ചാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടിപൊളിയായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മക്കളെ, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള കുറെ വീഡിയോസ് നമുക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ കണ്ടന്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതേപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക. അപ്പോ അധികം വൈകാണ്ട് തന്നെ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം. ഒരു തോട്ട്സ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് ഏത് ക്യാരക്ടറിന്റെ തോട്ട്സ് ആണോ നമ്മൾ എഴുതേണ്ടത്, റിവീൽ ദ ക്യാരക്ടേഴ്സ് ട്രൂ ഫീലിങ്സ്. ഓക്കെ, ആ ഒരു ക്യാരക്ടർ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കും ആ പാഠഭാഗവും നമുക്ക് അറിയണം. എന്നാലാണ് ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കഥാപാത്രം എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക, അയാളുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ക്യാരക്ടറിനെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ആ ക്യാരക്ടർ നമ്മളാണെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മളാണെന്ന് വിചാരിച്ചാൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളായിരുന്നെങ്കിൽ എന്തൊക്കെ ചിന്തിച്ചേനെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ എഴുതേണ്ടത്, തോട്ട്സിൽ എഴുതേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ വേണം നമ്മൾ തോട്ട്സ് എഴുതാൻ. എന്താണ് കുഞ്ഞ ഈ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? അതായത് ഞാനിപ്പോ ചിന്തിക്കുമ്പോൾ ഞാൻ അവിടെ പോയത് മോശമായി പോയി, അല്ലെങ്കിൽ അയാൾ എന്നോട് എങ്ങനെ ചെയ്തത് മോശമായി പോയി എന്ന് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിലല്ലേ ചിന്തിക്കുക. മീ എന്നുള്ള വേർഡ്സ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് ആയിരിക്കണം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തോട്ട്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ തോട്ട്സ് എഴുതുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ എന്താണ്, നോ യുവർ ക്യാരക്ടേഴ്സ് പ്രോപ്പർലി. ക്യാരക്ടർ എന്താണ്, ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ചിന്തിക്കും, ആ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവർ എങ്ങനെ ചിന്തിക്കും, അവരുടെ തോട്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ക്യാരക്ടറിനെ നമ്മൾ മനസ്സിലാക്കുക, ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എന്താണ്, സ്റ്റോറിയിലെ ഇവന്റ്സ് ഒരു ബന്ധവും ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാണ്ട് ആ സ്റ്റോറിയിലായിട്ടുള്ള ഇവന്റ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ അവർ എങ്ങനെയായിരിക്കും നിൽക്കുന്നത് എന്ന് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ തോട്ട്സ് എഴുതാൻ. സോ തോട്ട്സ് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ക്യാരക്ടറിന്റെ തോട്ട്സ് ചോദിച്ചാൽ മിസ്സിന്റെ കുട്ടികൾ അടിപൊളിയായിട്ട് എഴുതുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അതിന് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡിങ് വേണം. ഓക്കെ, അപ്പൊ എന്തോ ആയിക്കോട്ടെ ന്യൂസ്. നമുക്കിപ്പോ കാക്കക്കൂട്ടില് കുയില് മുട്ടയിട്ടു, ഇതൊരു ന്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ന്യൂസ് എന്താണ് എന്ന് മനസ്സിലാകണം. അതേപോലെ തന്നെ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഹെഡിങ് ആയിരിക്കണം, ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഹെഡിങ് ആയിരിക്കണം. ആ ഹെഡിങ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് താഴേക്ക് വായിക്കാൻ തോന്നണം. അതേ രീതിയിലായിരിക്കണം നമ്മൾ ഹെഡിങ് എഴുതേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ആര് എപ്പോൾ എന്തിന്. ന്യൂസിൽ കറക്റ്റ് ആയിട്ട് ആര് എപ്പോൾ എന്തിന് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ എഴുതുക. അതുപോലെ തന്നെ എന്താണ് സംഭവം, എവിടെ വെച്ചാണ് സംഭവം, എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസും നമ്മൾ എഴുതുക. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മുടെ സ്ഥലം ഏതാണോ, നമ്മളിതാ ഏതെങ്കിലും ഒരു ന്യൂസ് ആണ് എഴുതുന്നതെങ്കിൽ എവിടെയാണ്, ഇപ്പതാ ആനക്കുന്നില് എന്ത് സംഭവിച്ചു, നമ്മുടെ കാക്കയുടെ കൂട്ടിൽ നമ്മുടെ കുയില് മുട്ടയിട്ടു എന്നുള്ള കാര്യങ്ങൾ. ഇതാണോ സ്ഥലം, ആ ഒരു സ്ഥലം എഴുതുക. പിന്നെ നമ്മുടെ ഡീറ്റെയിൽ എന്താണോ ഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പാരഗ്രാഫിൽ നമ്മുടെ ആ ന്യൂസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതുക. അതിനുശേഷം സെക്കൻഡ് പാരഗ്രാഫിൽ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് എഴുതുക. അങ്ങനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതേണ്ടത്. അപ്പൊ ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡ്ലൈൻ വേണം, അതുപോലെ തന്നെ സ്ഥലവും സമയവും ഒക്കെ വേണം. പിന്നെ എന്താണ് സംഭവിച്ചത്, ആര് എപ്പോ എന്തിന് എങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വാട്ട് വെയർ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പോലെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും നമുക്ക് എവിടെ വേണം നമ്മളൊരു ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ന്യൂസ് റിപ്പോർട്ടിൽ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ന്യൂസ് റിപ്പോർട്ടിൽ ഹെഡിങ് വേണമെന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ സ്ഥലപ്പേരും ഡേറ്റും പറയണം. മേജർ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളായിരിക്കണം ഫസ്റ്റ് പാരഗ്രാഫിലുള്ളത്. അതിനുശേഷം സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ആയിരിക്കണം
സെക്കൻഡ് പാരഗ്രാഫിലുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ ശ്രദ്ധിക്കേണ്ടത്, ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ പ്ലക്കാർഡ്സും പോസ്റ്റേഴ്സും പ്രിപ്പയർ ചെയ്യാൻ. പ്ലക്കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയില്ലേ, നമ്മൾ ഈ സമരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബോർഡ് ഇതേപോലെ ഒരു ബോർഡ് പിടിച്ചുകൊണ്ട് നിൽക്കില്ലേ, ഇതിനെയാണ് നമ്മൾ പ്ലക്കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് നമ്മുടെ എന്താണോ മെസ്സേജ്, ആ മെസ്സേജ് ചുരുക്കം ചില വാക്കുകളിലൂടെ അർത്ഥവത്തായിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്ലക്കാർഡ്സ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ്. ഇവിടെ കണ്ടോ, സേവ് ദ വാട്ടർ, വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതേപോലെ നമുക്ക് അറിയാവുന്ന രീതിയിൽ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഈ പ്ലക്കാർഡ്സും പോസ്റ്റേഴ്സും നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കിക്കേ, ഇതിൽ ക്യാച്ചി ആയിട്ടുള്ള ലൈൻ ആയിരിക്കണം. ഓക്കെ, ക്യാച്ചി ആയിട്ടുള്ള ലൈൻ അല്ലാതെ നമ്മൾ ഈ പാരഗ്രാഫ് എഴുതുന്നത് പോലെ പ്ലക്കാർഡ്സിലും പോസ്റ്ററിലും എഴുതി വെക്കരുത്. ചുരുങ്ങിയ വാക്കുകളിലെ ക്യാച്ചി ആയിട്ടുള്ള ലൈനിൽ വേണം നമ്മൾ എഴുതാൻ. അതുപോലെ തന്നെ കൺവേ റെലവെന്റ് മെസ്സേജ്, ഒരു റെലവെന്റ് ആയിട്ടുള്ള മെസ്സേജ് നമ്മൾ അവിടെ കൺവേ ചെയ്യണം. ഷോർട്ടും ടു ദ പോയിന്റും ആയിരിക്കണം, വളരെ ഷോർട്ടും ടു ദ പോയിന്റും ആയിരിക്കണം. സേവ് എർത്ത്, സേവ് ലൈഫ്. ഓക്കെ, സേവ് എർത്ത്, സേവ് ലൈഫ്. ഇതെന്താണ്, ഇത് ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഇതേപോലെ ചെറിയ പോയിന്റിൽ അല്ലെ പോസ്റ്റർ പ്ലക്കാർഡ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഇതിപ്പോ പോസ്റ്ററായി, ഇങ്ങനെ അരച്ചാൽ അത് പ്ലക്കാർഡായി. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ പോയിന്റ്സിൽ ക്യാച്ചി ആയിട്ടും അട്രാക്റ്റീവ് ആയിട്ട് വേണം നമ്മൾ പ്ലക്കാർഡ്സും പോസ്റ്റേഴ്സും പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു തോട്ട്സ് എഴുതാൻ ചോദിച്ചാൽ, ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ ചോദിച്ചാൽ, അതുപോലെ പ്ലക്കാർഡ്സും പോസ്റ്റേഴ്സും എഴുതാൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യണം എന്ന് മിസ്സിന്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ എക്സാമിന് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ഇത്രയും ഫോർമാറ്റ്, ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക, അതനുസരിച്ച് നിങ്ങൾ എഴുതുക. അടിപൊളിയായിട്ട് എഴുതി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.